ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ഇന്ന് ഞാൻ കുറച്ചധികം സംസാരിക്കണ്ട എന്ന് പ്രതീക്ഷിച്ചു. വീഡിയോ ഇല്ല, വോയിസ് ഓവർ കൊടുക്കാമെന്ന് ആലോചിച്ചു. നമുക്ക് നോക്കാം എങ്ങനെ വീഡിയോ പോവും. ഇങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഭയങ്കര പുതിയൊരു രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറ. ഓക്കെ, ആൻഡ് ഞാൻ എൻ്റെ ബേസിക് കാര്യത്തിലേക്ക് കിടക്കട്ടെ. സോ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട ടൈമാണ്. അപ്പപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല സണ്ണി ആയിട്ടുള്ള വെതറുമാണ് ഇന്ന്, അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം അവിടെ നിന്ന് കൂടെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എടുത്ത സാധനങ്ങൾ തിരിച്ച് വീണ്ടും ഇതിലേക്ക് കയറ്റി വെക്കാം. അതൊക്കെ തന്നെയാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ സവോള വാങ്ങാനായിട്ട് പറ്റിയില്ല. സവോള ഉണ്ടായിരുന്നില്ല വീട്ടില്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക തിരക്കായിരുന്നു കടയിൽ. ലോക തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ തിരക്ക്, അത്ര തിരക്ക് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പോലത്തെ തിരക്ക്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അതുമാതിരി തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ സവോള എടുത്തില്ല, കുറച്ച് വെജിറ്റബിൾസ് എടുത്തില്ല, കുറച്ച് നോൺ വെജ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു, ആപ്പിളും ഓറഞ്ചും മാത്രം എടുത്തു, വേറെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് എന്തായിരുന്നു അറിയത്തില്ല. അപ്പൊ ഞാൻ അരി ഇട്ടത് അപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം വൈകുന്നേരം നമുക്ക് അപ്പം ഉണ്ടാക്കാം, നൈറ്റിലേക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പം ചിക്കൻ കറി വെക്കാം. ഇടയ്ക്ക് പോയി സവോള വാങ്ങുമോ, അല്ലെങ്കിൽ എന്തായാലും ജിമ്മിൽ പോകണം, അപ്പം ആ ടൈമിൽ സവോള വാങ്ങാം, എന്തെങ്കിലും ചെയ്യാം. ഇപ്പം എനിക്കൊരു പാൽച്ചായ പാത്രം കഴുകാണ്ട്, പിന്നെ മുട്ട പൊരിച്ച പാത്രം കഴുകാണ്ട്, കഴിച്ച പാത്രം കഴുകാണ്ട്, ഇത്രയേ ഉള്ളൂ കഴുകാൻ. ഇതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പരിപാടികളിലേക്ക് പോവാം. സോ ഗൈസ്, അങ്ങനെ എൻ്റെ ഒരു വിലപ്പെട്ട സമയം ഞാൻ കളഞ്ഞിരിക്കുന്നു. സിനിമ കണ്ടു, ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ മറ്റേ 2 സുരേഷ് ഗോപിയുള്ളൊരു പടം കണ്ട്. അത് കണ്ടങ്ങനെ കഴിഞ്ഞപ്പോൾ 11:30 സമയം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണ് എന്ന് ഞാൻ ആസൂത്രണം ചെയ്യണം. അപ്പോൾ
ഇനി കുറച്ച് മെസ്സേജ്സിന് റിപ്ലൈ കൊടുക്കാനുണ്ട്. അതുമൊക്കെ കഴിഞ്ഞ് ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തെങ്കിലും പരിപാടിയിലേക്ക് പോകണം. പഠിക്കണമെന്നുണ്ട്. പഠിക്കാനൊന്നുമില്ല, ലൈക്ക് എക്സാംസ് അങ്ങനെയൊന്നുമില്ല, എങ്കിൽ പോലും ഒരു ഇച്ചിരി ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കണമെന്നുണ്ട്. കാരണം നെക്സ്റ്റ് ഇനി വരുന്ന ആഴ്ചേൻ്റെ പിന്നത്തെ ആഴ്ച മുതൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങുമ്പോൾ പിന്നെ പഠിക്കാതിരിക്കില്ല ചടങ്ങാണ്. അതുകൊണ്ട് ഇനി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കട്ടെ. സോ ആൻഡ് നൗ വാട്ട് അബൌട്ട് ടേക്കിംഗ് എ ഗുഡ് ബാത്ത്? കാരണം അതായത് വെളിയിൽ നല്ല അടിപൊളി വെതറാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ബാത്ത് എടുത്താലോ എന്ന്. കാരണം കുളിച്ചിട്ട് 2 ദിവസമായി, അതുകൊണ്ട് നല്ലൊരു ബാത്ത് എടുത്താലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഹെയർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഞാൻ റീല് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ വെളിയിൽ പോകുമ്പോൾ ഓൾറെഡി ഞാൻ വേർക്കും. പിന്നെ അതല്ല, വെളിയിൽ താഴത്തെ വീട്ടിലെ പെണ്ണുണ്ട്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണം. അവളുടെ റൂഹി ടൈം വന്നു പോകും. അപ്പോൾ ഞാനായിട്ട് ഇനി അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ ഇനിവേ ഞാനാണെങ്കിൽ ഇപ്പോൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് എനിക്ക് കുളിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല വെളിച്ചെണ്ണ. എൻ്റെ വീട്ടിൽ മില്ലുണ്ട്. അപ്പോൾ മില്ലിൽ എണ്ണ ആട്ടിയ എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓയിൽ തലയിൽ തേക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് കറക്കി കൊടുക്കും ഇത് തന്നെ. ഇപ്പോൾ ഒരു ബോട്ടിൽ തീർന്നു, പിന്നെ ഇപ്പോൾ ഈ ബോട്ടിൽ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെടുത്ത് കുറച്ചൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. നല്ല ചൂടാക്കി എടുക്കുക. ഡബിൾ ബോയിൽ ചെയ്യുക എന്ന് പറയില്ലേ, ചൂടാക്കി എടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് പരിപാടി. അപ്പം നമുക്കിന്ന് ദേഹാസകലം എണ്ണ തേച്ച് കുളിക്കാം. ഞാൻ ചുമ്മാ കേട്ടോ, ദേഹാസകലം ഒന്നും ഞാൻ എണ്ണ തേക്കുന്നില്ല. ഞാൻ തല മാത്രം എണ്ണ തേക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു മാസ്ക് ഉണ്ടാക്കാം. മുഖത്തും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് ലിമിറ്റഡ് സാധനമേ ഉള്ളൂ. ലിമിറ്റഡ് സാധനം വെച്ചിട്ട് നമുക്ക് മാസ്ക് ആക്കാം. അപ്പോൾ എണ്ണ നെക്കി എടുക്കണം. പ്ലീസായിട്ടിരിക്കുക. അയ്യോ, ചാടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. മേ ബി ഞാൻ എണ്ണ ഉരുക്കി എടുക്കേണ്ട വരും. അപ്പോൾ പിന്നെ ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ ഉരുക്കി എടുക്കുക. സോ നൗ ഞാൻ ഒരു ഹെയർ മാസ്ക് ആക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കുറേ നാളായി മാസ്ക് യൂസ് ചെയ്തിട്ടില്ല. നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ മാസ്ക് ആക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടത് ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ആൻഡ് 1 egg. അപ്പം അത് വേഗം തന്നെ ആക്കാം. ആൻഡ് ഞാൻ എൻ്റെ തലയിൽ എഗ്ഗിൻ്റെ മാസ്ക് ഇട്ടു. അതുപോലെ ഫേസിലൊരു മാസ്ക് ഇട്ടിട്ടുണ്ട്. ഫേസിലിട്ട മാസ്ക് ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പോൾ അത് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ച മാസ്ക് ആയിരുന്നു കേട്ടോ, ഫേസിലിട്ട. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ഇത് ഡ്രൈ ആവുന്ന ടൈമിലേക്ക് ഞാൻ കയറി കുളിക്കാനായിട്ട് പോവും. യെസ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടെ. യെസ്, അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ളത് കുറേയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ, അത് എക്സസ് ആയിട്ടുള്ളതാണ്. പിന്നെ തലമുടിയും അത്യാവശ്യം നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് മുട്ട യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ. എൻ്റെ എഡിറ്റിങ് കഴിഞ്ഞു, വീഡിയോ അപ്ലോഡാക്കി, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് കുളിക്കാനായിട്ട് പോകാം. അപ്പോൾ ഡ്രസ്സ് ആദ്യം കളക്ട് ചെയ്യട്ടെ. സോ അങ്ങനെ നമ്മുടെ കുട്ടി ബാത്തൊക്കെ എടുത്ത് കഴിഞ്ഞ് സോ ഗൈസ് അങ്ങനെ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വേഗം എടുത്തൊരു തീരുമാനമാണ് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കടയിൽ പോകണം എന്നുള്ളത്. കാരണം ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എക്സ്ട്രാ ആയിട്ട്. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല തിരക്ക് കാരണം. വേഗം റെഡിയായി. ഒരു ക്രോപ്പ് ടോപ്പ്, പിന്നെ ഒരു പാൻസ് ആൻഡ് നന്ദൻ്റെ ഷൂ. യെസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. കാരണം 21 ഡിഗ്രിയാണ് വെളിയിൽ. ചൂടുണ്ട്, പക്ഷെ നാട്ടിലെ കൂട്ട് ചൂടേ അല്ലാട്ടോ. നിങ്ങൾ ഇവിടെ വരാതിരിക്കുന്നവരൊന്നും വിഷമിക്കണ്ട. അയ്യോ ഇപ്പം ചൂടാണല്ലോ, ഇപ്പോൾ വരുന്ന ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ. നാട്ടിലെ കൂട്ട് ചൂടേ അല്ല. ഇവിടെ നാട്ടിൽ ഒരുമാതിരി ഈ മേല് ഒട്ടിപ്പിടിക്കുന്ന ചൂടാണ്. ഇവിടെ അങ്ങനത്തെ ചൂടൊന്നും ഇല്ല. നമുക്ക് ഇച്ചിരി പൊള്ളൽ പോലെ തോന്നുന്നേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. കാരണം ഇത്രയും നാൾ തണുപ്പത്ത് ജീവിച്ചിട്ട് വേഗം ഒരു ഇച്ചിരി ചൂട് വരുമ്പോഴത്തേക്കുള്ള ഒരു സാധാ പൊള്ളലുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. കുറച്ച് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് ബോഡി പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം വെളിയിൽ ഇറങ്ങുന്നവർ ഇറങ്ങാനായിട്ട്. അപ്പം ഞാൻ വേഗം പോട്ടെ, കാരണം എൻ്റെ ട്രെയിൻ വരാറായി. എനിക്ക് എൻ്റെ വീട്ടിലും വിളിക്കണം.
സോ ഗൈസ്, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു സ്ട്രോബെറിയും ആൻഡ് ഈ ഒരു ആപ്പിളിൻ്റെ സാഫ്റ്റും ആണ് നമുക്ക് ഈ ബാഗിൻ്റെ അകത്ത് കയറ്റാൻ പറ്റാത്തൊരു ബാഗ് വീർത്തിരിക്കുക. അപ്പോൾ അത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുക. എനിക്ക് ആദ്യം മാപ്പിൽ ബസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ DBൻ്റെ ആപ്പിൽ. അപ്പോൾ ഞാൻ ഓർത്തു ബസ് ഉണ്ടാവില്ല, ട്രെയിൻ ഉണ്ടാവില്ല എന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് വന്നു. അപ്പം നേരത്തെ അറിയാമായിരുന്നു, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയാണ്. ഞാൻ ചുമ്മാ അതും ഇതൊക്കെ നോക്കി നടന്നു. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം ജസ്റ്റ് വേറെ സ്ഥലമിട്ട് നോക്കിയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ബസ് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്ത ബസ് വരും. ഇല്ലെങ്കിൽ ഞാൻ ഇനി ട്രെയിനിന് പോകാനെങ്കിൽ 1 മണിക്കൂർ മിച്ചം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഫോൺ ഇവിടെ എന്തെങ്കിലും വെക്കട്ടെ. ഓക്കെ, സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതോളൊടിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 1 hour ഉള്ളൂ. 1 hourനുള്ളിൽ നമ്മൾ വേഗം ഷടേ പടയെന്നും പറഞ്ഞിട്ട് ഫുഡാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്യട്ടെ. കൊണ്ടുവന്നതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കഴിഞ്ഞു. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ മതി. ഷൂ ഒക്കെ ഇട്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ വേഗം സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ. എന്നൊക്കെ വാങ്ങിച്ചു എന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കോക്കോനസ് മിൽക്ക്, അതായത് തേങ്ങാപ്പാല്. പിന്നെ സ്ട്രോബെറി ഓഫറിന് കണ്ടപ്പെടുത്താണ്. പിന്നെ ഇതും ഒരു ഫ്രിഷ്ട് ടേ എന്ന് പറയും. ഫ്രിഷ്ട് ടേ ആപ്പിൾ സാഫ്റ്റോടെ മിക്സ് ആയിട്ടുള്ളതാണ്. പിന്നെ ബ്രെഡൊന്നും വലിയ ആവശ്യമില്ലായിരുന്നില്ല. പിന്നെ നമ്മുടെ മുന്തിരി ഓഫർ കണ്ടപ്പെടുത്താണ്. പിന്നെ അരി, ഈ അരിയാണ് ഇവിടെ വാങ്ങുന്നത്. ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. ലാംകോൺ റൈസ് എന്ന് പറഞ്ഞിട്ട് പാർബോയിൽഡ്, അതാണ് വാങ്ങുന്നത്. പിന്നെ മഷ്റൂംസ്, ഇന്ന് നമ്മൾ മഷ്റൂം തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് മഷ്റൂംസ്. പിന്നെ 2 ചോക്ലേറ്റ് ഓഫർ കണ്ടപ്പോൾ എടുത്തു. എപ്പോഴും ഉള്ള പോലെ തന്നെ ഞാൻ ഓഫർ കണ്ടപ്പോൾ ചോക്ലേറ്റ്സ് എടുക്കും. പിന്നെ മെയിൻ സാധനം ഇത് വാങ്ങാനായിട്ടാണ് പോയത്, സവോള ആൻഡ് വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ, പഴം. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ് പഴം. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം ഫ്രൂട്ട്സ് സെറ്റ് കയ്യിലുണ്ട്. പിന്നെ ഇത് കൊണ്ടുവയ്ക്കട്ടെ ഗൈസ്. ആൻഡ് യെസ്, അപ്പം ഏകദേശം കുക്കിങ് കാര്യങ്ങളൊക്കെ ഒരു 1/2 hour കൊണ്ട് ഞാൻ സെറ്റാക്കി. ഇനി അതൊന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാ പരിപാടികളും കഴിഞ്ഞു, കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. പാത്രമൊക്കെ അപ്പം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് സ്ട്രോബെറീസ് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു. സോ എനിക്കെടുത്ത് കഴിക്കാൻ എളുപ്പത്തിന്, അതുമല്ല ഡേറ്റ് വേഗം കഴിയും. അപ്പോൾ എന്തൊക്കെ ആക്കി എന്നുള്ളത് കാണിച്ചാൽ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ എന്നെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് അഭിമാനം കൊടുത്തു. കാരണം എന്ത് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞുള്ളൂ വെച്ചെടുത്ത് ഞാൻ ഭയങ്കര വലിയ കുക്കായി എന്നുള്ളൊരു കേസ്. കാരണം കുക്കിങ്ങിൻ്റെ ABCD നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വെച്ചിട്ട് എനിക്ക് വേണ്ട ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ചോറ് മുതൽ A to Z കാര്യങ്ങൾ, ദോശ ഉണ്ടാക്കും, സാമ്പാർ ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മറ്റേ മടിയൻ ബിരിയാണിയായിരുന്നു. ദമ്മിടുമ്പോൾ അത്ര ഒക്കെ ആയിട്ട് വരില്ലായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും. നന്ദു റിവ്യൂ ഒക്കെ പറഞ്ഞ്, അതായത് എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയത് ഇതാണ്. ഇത് മഷ്റൂം തോരനാണ്. ആൻഡ് ഇത് കുറച്ചുകൂടി വെള്ളം വറ്റാണ്ട് കേട്ടോ. അതായത് മഷ്റൂമിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡ്രൈ ആവാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാണാനും നല്ല രസമുണ്ട്, നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പോൾ നമുക്ക് നന്ദു വരുമ്പോൾ കഴിപ്പിച്ച് നന്ദുവിനെ കൊണ്ട് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ റൈസ് ഇവിടെ ഇരുന്നാവുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ചിക്കനും ഇരുന്നായിക്കൊണ്ടിരിക്കുന്നു ആണ്. ഇന്ന് നമുക്ക് ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നിലവിൽ. അപ്പോൾ ഒന്നും ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല. സാധനം ഉണ്ടായിരുന്നു, പക്ഷേ സവോള ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ അന്നേരം കടയിൽ പോയി പിന്നെ താമസിച്ചു. അതുകൊണ്ട് ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ഇപ്പം എന്തായാലും വരും. അപ്പോൾ ഇനി ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ ഞാനത് വേറെ സ്ട്രോബെറി ഒക്കെ കഴിച്ച് വിശപ്പ് മാറ്റട്ടെ. അപ്പം നന്ദു വന്ന് ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നന്ദു ടേസ്റ്റ് ചെയ്തിട്ട് പറ. ഒന്നോ ടേസ്റ്റ് ചെയ്ത് എന്നിട്ട് പറ. ചിക്കൻ നോക്കണ്ട, ചിക്കൻ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന സാധനം. ഞാൻ ഉണ്ടാക്കിയ ടൈമിൽ നിർത്തും. നന്ദുവിൻ്റെ കൂടെ കൂടി പഠിച്ചു എന്നുള്ളൊരു സെറ്റപ്പ്. സീരിയസ്ലി റിവ്യൂ ആയിട്ട് പറ. ഉപ്പുണ്ടോ, മുളകുണ്ടോ? കൂൺ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, തേങ്ങ പിടിച്ചിട്ടുണ്ട്, എരിവുണ്ട്, എല്ലാം കൊണ്ടും ഉപ്പൊക്കെ പാകത്തിന് ടേസ്റ്റ് ഉണ്ട്.
ആൻഡ് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി ജിമ്മിൽ എത്തിയിട്ട് കാണാം. കാരണം ഇപ്പം തന്നെ വണ്ടി ജിമ്മിൽ പോകാൻ വേണ്ടി ഓർഡർ വന്നു. ഞാനൊരു ട്വിക്സ് എടുത്തിട്ടുണ്ട്, പക്ഷെ വയറ് ഫുള്ളാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് എനിക്ക് കഴിക്കാൻ ഇയാൾ പോടോ, താൻ പോടോ ശ്രീകണ്ഠൻ നായരെ. ഇവിടെ പൊക്കും നിനക്കാ വെളിവില്ലാത്തത്. അപ്പം ഇപ്പം ജിം വെയറിലൊക്കെ ആയിട്ടോ പോകണം. അല്ലെങ്കിൽ നമ്മൾ ജിം വെയർ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പം ക്ലൈമറ്റ് ഇപ്പോൾ അടിപൊളി ആയതുകൊണ്ട് നമുക്ക് ജിം വെയറും കാര്യങ്ങളും മതി. ആൻഡ് എന്നാ കാണിക്കണേ, ഒന്നാണ് കാണിച്ചത്, ഒന്നാണ് കാണിച്ചത്, എന്ത് അതൊന്നാണ് കാണിച്ചപ്പോൾ കാണിച്ചത്. നീ കാണിക്കില്ല കേട്ടോ, ക്യാമറ കണ്ടോണ്ടി. നന്ദു, നിന്റെ അത്രയുള്ള ഒരു കള്ളനെ ജീവിതത്തിൽ എടാ അതെടുത്ത് ഊതല്ലേ. കഴിഞ്ഞ ദിവസം മറ്റ് കുഞ്ഞാവയുടെ കണ്ണില് ആ സാധനം വന്നത്, അവനിത് ഞാൻ ഒത്തിരി ഊതാൻ കൊടുത്തു, അതുകൊണ്ടാ. ഓക്കെ, അപ്പം ഞങ്ങൾ ജിമ്മിൽ പോയിട്ട് കാണാം. ഓക്കെ, ഞാൻ എവിടെയല്ലേ നിന്നെ റോങ് ആയിട്ട് നോക്കിയേ? എന്നെ യഥാർത്ഥത്തിലെ റോങ് ആയിട്ട് നോക്കി. ഇപ്പം ഇച്ചി പീക്കി കണ്ടു എന്ന് പറഞ്ഞ് ഇച്ചി പീക്കി പ്രാന്ത് കയറിയിട്ടുണ്ട്. ഇനി ഇതെന്ത് ശരിയാവും അറിയത്തില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് തലയിൽ കൂടെ ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കട്ടെ. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കും. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോയില്ല, തിരിച്ചു വന്നു. കാരണം വേറൊന്നുമില്ല, ഇവിടെ ബസ് വന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബസ് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവും. ഇപ്പം ഇവിടെ 7 മണിയായി, വെട്ടം കണ്ടാൽ പറയില്ല എന്നുള്ളൂ. 7 മണിയായിട്ട് സമയം. അപ്പോൾ ഇനി നമ്മൾ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരാനാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവും. മക്കൾ മുൻസു ഓക്കെ. അപ്പം നമ്മൾ അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇനി വീട്ടിൽ പോയിട്ട് എന്താ എന്ത് പരിപാടി? ആവേശം നന്ദു കണ്ടില്ല അല്ലേ? നന്ദു ആവേശം കാണും, ഞാനും ആവേശം കാണും. അപ്പുറത്തോളം റോങ് ആയിട്ട് നോക്കരുത്. നന്ദുവിനെ റോങ് ആയിട്ട് നോക്കണത്. എന്നെ മുക്കി തൂങ്ങി കിടക്കണേ. നന്ദുവിനെ റോങ് ആയിട്ട് നോക്കണത് ശരിയല്ലേ? എടാ പന്നി, എപ്പോഴും അത് ഓടിയണമെന്നില്ല. ഞാൻ നിന്നെ യഥാർത്ഥത്തിലാണ് റോങ് ആയിട്ട് നോക്കി. കാണുന്ന എൻ്റെ പ്രേക്ഷകർ വിചാരിക്കും വേറെ രീതിയിൽ ഞാൻ നോക്കി. യഥാർത്ഥത്തിലാണ് ഞാൻ മോനെ റോങ് ആയിട്ട് നോക്കി. ഇന്ന് ശനിയാഴ്ച അല്ലല്ലേ? ശരി, ലാലേട്ടൻ വന്ന എപ്പിസോഡല്ല. ലാലേട്ടൻ ഫാൻസ് ഒക്കെ എന്നോട് ഇങ്ങനെ ചേട്ടൻ ചെയ്യണ്ടായിരുന്നു. എന്റെ വസന്തം ചേട്ടാ. നിന്റെ മനസ്സിലൊന്ന് കാണിച്ചേ. കാണത്തില്ല. ഈ കഴിക്കാം മനസ്സിൽ, ഇത് പിടിച്ച അവിടെ നിൽക്കാം. സോ ഗൈസ്, എന്റെ മനസ്സിലാണ് ഇതെന്നെ അങ്ങനെ പിടിക്കുന്നത്. നേരെ പിടിക്കേ. ഓക്കെ, കോഴിക്കുഞ്ഞിനെ നോക്കട്ടെ, മറ്റേ ഇത് കാണിക്കട്ടെ. പിന്നെ അതൊന്നും എനിക്കില്ല. അല്ല, എന്നെ ഇവനിങ്ങനെ പരാമർശം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ഇത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തന്നെ ഒരു ഉറപ്പില്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇവിടെ ക്ലോസ് പീക്കി കണ്ടിട്ട് ഇറങ്ങിയേക്കണ, അത് കാര്യമാക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യാണ്. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവൻ പറഞ്ഞ പോലെ ഇവൻ ഇരുന്ന് ആവശ്യം കാണുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് ആവശ്യം കാണും. ചൊറുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പൊട്ടറ്റോ ചിപ്സ് ഉണ്ട്. പിന്നെയോ ഡ്രിങ്ക്സ് ഇല്ലോ? എവിടെ? അവനില്ല. അപ്പം അവിടെ പോയി വാങ്ങിക്കാം. മറ്റേ എന്നാ ഓട്ടോമാറ്റില് അവിടെ ഒരു കടയിലാണ് നമുക്ക് ഡ്രിങ്ക്സ് കിട്ടുന്നേ. മണ്ട തിരിച്ചു അവിടെ കടയുണ്ട്. പൈസ ഉണ്ടോ അതില്? കാർഡ് എടുക്കുമല്ലോ. അവിടെ ബസ് സ്റ്റോപ്പിന്റെ അപ്പുറം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പട്ടിയുടെ നോക്കാം. സോ ഗൈസ്, മൈൻഡ് അപ്പിൽ കറക്റ്റ് വന്നു. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.
Don't play with her, don't be dishonest.